അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ വിദ്യാർത്ഥികളെ, സമസ്ത പൊതുപരീക്ഷയിൽ 7ാം തരത്തിലെ താരീഖിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 1 ബ്രാക്കറ്റിൽ നിന്ന് യോജിപ്പിക്കാം. ബ്രാക്കറ്റിൽ 17 അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, കുറ്റിച്ചിറ മഖ്ദൂം ഒന്നാമൻ. 13 ഉമർ ഖാളി ഹസൻ റളിയല്ലാഹു അൻഹു. അതിൽ 7 ചോദ്യങ്ങളാണ്. 1. ഫാത്തിമ ബീവിയുടെ മകനാണ് ഹസൻ റളിയല്ലാഹു അൻഹു. 2. സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുമ്പോൾ വയസ്സ് 17. 3. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത് ഹിജ്റ 13. 4. മുശ്രിക്കായ പിതാവിനേക്കാളും തൻ്റെ വിശ്വാസത്തിന് മുൻതൂക്കം നൽകി അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. 5. നികുതി നിഷേധ സമരം നടത്തി ഉമർ ഖാളി. 6. ഖാളി മുഹമ്മദ് എന്നിവരുടെ ഖബർ കുറ്റിച്ചിറ. 7. ഷെയ്ഖ് സൈനുദ്ദീൻ അബൂ യഹ്യ മഖ്ദൂം ഒന്നാമൻ. സെക്ഷൻ 2 ശരി അടയാളപ്പെടുത്താം. 1. ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിച്ച മാസം ഷഅബാൻ. 2. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ് ആതിക. 3. അൽ ഖിലാഫത്തുർ റാഷിദയുടെ ഭരണതലസ്ഥാനം മദീന. 4. സുബൈർ ബിൻ അൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ് അസ്മാ. 5. മുഗൾ ഭരണകൂടത്തിലെ അവസാന ഭരണാധികാരി ബഹാദർ ഷാ. 6. സമസ്തയുടെ മുഖ്യ ഉപദേഷ്ടാവ് ഖുതുബി റളിയല്ലാഹു അൻഹു. സെക്ഷൻ 3 പൂർത്തിയാക്കാം. സമസ്തയുടെ ആദ്യ പ്രസിഡന്റ് വരക്കൽ മുല്ലക്കോയ തങ്ങളായിരുന്നു. 2. ഹിജ്റ 3-ാം വർഷം റമദാനിലായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചത്. 3. തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ലെന്ന് സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ശപഥം ചെയ്തു. 4. ഔറംഗസീബ് 1658 മുതൽ 1707 വരെ ഇന്ത്യ ഭരിച്ചു. 5. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു കൊടുങ്ങല്ലൂരിൽ താമസിക്കുകയും അവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയും ചെയ്തു. സെക്ഷൻ 4 ഉത്തരം എഴുതാം. തൽഹത്ത് ബിൻ ഉബൈദില്ലാഹി ബദറിൽ പങ്കെടുത്തില്ല. കാരണമെന്ത്? അതിൻ്റെ ആൻസർ കച്ചവടത്തിനായി ഷാമിലേക്ക് പോയതായിരുന്നു. 2. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. 3. ചേരമാൻ പെരുമാൾ സ്വീകരിച്ച പേരെന്ത്? താജുദ്ദീൻ. 4. മഖ്ദൂം ഒന്നാമൻ എന്നറിയപ്പെടുന്നത് ആരെ? ഷെയ്ഖ് സൈനുദ്ദീൻ അബൂ യഹ്യ. 5. 1957 മുതൽ 1996 വരെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ആര്? ഷംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. 6. ലോകത്തിൽ ഏറ്റവും മനോഹരമായ ജുമാ മസ്ജിദ് ഏത്? ഡൽഹി ജുമാ മസ്ജിദ്. 7. മദാഇൻ വിജയത്തിന് നേതൃത്വം നൽകിയത് ആര്? സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു. 8. സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു വഫാത്തായത് എവിടെ വെച്ച്? അഖീഖ്. സെക്ഷൻ 5 വ്യക്തമാക്കാം. അശറത്തുൽ മുബശ്ശറയിൽ നിന്ന് ഹുജ്റത്ത് ഷരീഫയിൽ മറവ് ചെയ്യപ്പെട്ടവർ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. 2. അറക്കൽ രാജകുടുംബത്തിൻ്റെ സ്ഥാപകൻ ചേരമാൻ പെരുമാളിൻ്റെ സഹോദരി ശ്രീദേവിയുടെ മകൻ മുഹമ്മദ് അലി. 3. മഖ്ദൂം രണ്ടാമൻ ജനിച്ച ഹിജ്റ വർഷം സ്ഥലം 938 മായിക്കടുത്തുള്ള ചോമ്പാലിലാണ്. 4. മമ്പുറം തങ്ങളുടെ മാതാപിതാക്കൾ. അതിൻ്റെ ആൻസർ പിതാവ് മുഹമ്മദ് ബിൻ സഹ്ല്, മാതാവ് ഫാത്തിമ ബിന്ത് അലവി. 5. ബഅലവി കുടുംബം. ആൻസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 11ാമത്തെ പേരമകനായ അലവി ബിൻ ഉബൈദില്ല എന്നിവരുടെ കുടുംബ പരമ്പരയാണ് ബഅലവി കുടുംബം. ഇത്രയും കാര്യങ്ങളായിരുന്നു 7ാം തരത്തിലെ പൊതുപരീക്ഷയിൽ താരീഖിൽ നിന്ന് മോഡൽ ക്വസ്റ്റ്യനായി വന്നിട്ടുണ്ടായിരുന്നത്. വിദ്യാർത്ഥികൾ നല്ല നിലയിൽ പാഠഭാഗങ്ങൾ വായിക്കുകയും പരീക്ഷയ്ക്ക് തയ്യാറാവുകയും നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് പരീക്ഷയിലും മറ്റും ഉന്നത വിജയം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.